ഇന്നത്തെ റെസിപ്പി നല്ലൊരു അറബിക് സ്നാക്കാണ് പത്തായർ. ഇത് സ്നാക്ക് മാത്രമല്ല, നമുക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഈ ബൗളിലേക്ക് ഇപ്പോൾ ഞാൻ 1 കപ്പ് ഇളം ചൂടുപാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കട്ടോ. ചപ്പാത്തി മാവിനെക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വേണേൽ കുഴച്ചെടുക്കാൻ. ഒരുപാട് അങ്ങനെ കുഴച്ചെടുക്കണ്ട കേട്ടോ. ഇതൊന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കട്ടെ. പാനിലിപ്പോൾ ഞാൻ കുറച്ചൊരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് വേണ്ടത് ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. ഞാനിപ്പം ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കട്ടോ. ഈ ചിക്കൻ്റെ റെഡ് കളറൊക്കെ മാറിയിട്ട് ഒരു വൈറ്റ് കളറായി വരണം, അത് വരെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതാ അതിൻ്റെ റെഡ് കളറൊക്കെ പോയിട്ടൊരു വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളമൊന്ന് വറ്റിച്ചെടുക്കട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു തക്കാളിയുടെ പകുതിയാണ്. വലുതാണെങ്കിൽ പകുതി എടുക്കാം, ചെറുതാണെങ്കിൽ 1 എടുക്കട്ടോ. ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു പൊടികൾ ചേർത്ത് കൊടുക്കട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മസാലകളൊന്നും വേണ്ട ഈ ഒരു ഫില്ലിങ്ങിന്. ഇതിലേക്ക് കുറച്ചൊരു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ചീസൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അതിലൊക്കെ ഉപ്പുണ്ടാവും. ഇനി കുറച്ചൊരു ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് മാറ്റി വെക്കട്ടോ. പിന്നെ ഞാൻ എടുത്തത് ഒരു 100 ഗ്രാം ഫെറ്റ ചീസാണ്. ഇതിലേക്ക് ഒരു 200 ഗ്രാം മോസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാർസ്ലി ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ 1 മണിക്കൂറിന് ശേഷം നമ്മളെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ഉരുളകളും ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നീളത്തിൽ പരത്തിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ചീസ് ഫില്ലിങ് വെച്ച് കൊടുക്കട്ടോ. ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കണം. ഈ ഒരു ഷേപ്പിലാണ് മടക്കി കൊടുക്കേണ്ടത്. ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കണം.
ഇതിൻ്റെ മേലെ കുറച്ചൊരു കറുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് സെൻറ്ററായിട്ട് നമ്മൾ ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഇതിന് മേലെ ചീസ് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാണ് വേണ്ടത്. ഞാനിപ്പോൾ എയർ ഫ്രൈയിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 160 ഡിഗ്രിയിൽ 20 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്റ്റൗവിലാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് പാത്രം പ്രീഹീറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ഫത്തായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏത് സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.